ഇതായിരുന്നു തന്നെ എൻ്റെ അവസ്ഥ. ആംബുലൻസ് പോലെ ഓവർടേക്ക് ചെയ്ത് വന്ന ആ ബസ്സിന് ഞാൻ വഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ. സത്യം പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടേ രക്ഷപ്പെട്ടത്. എൻ്റെ നാട്ടിലൊരു ബസ് ഉണ്ട് കേട്ടാ, ഓവർടേക്ക് ചെയ്ത് വരണ കാണണം. അകപ്പാടൊരു കുഞ്ഞു റോഡ്, ഇപ്പുറത്തെ വണ്ടി ഉണ്ടാവും, മനുഷ്യനുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഈ ആംബുലൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒതുങ്ങി മാറി കൊടുക്കൂലേ, ഇതങ്ങനെയല്ല. ഷൂ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരിക, നമ്മൾ വല്ല തോട്ടിലായിരിക്കും മാറി കിടക്കേണ്ടത്. ആ ചെറിയ സ്പേസിൽ ആ ബസ്സിന് പോകണമല്ലോ, അതിനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ല. അതിനെന്ത് അനുമതി കിട്ടിയിട്ടാണ് അങ്ങനെ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. പണ്ട് ഇതേ ബസ്സിൽ യാത്ര ചെയ്തിരുന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. തലയൊക്കെ പൊട്ടി ഈസിനായിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് ആയി, ഒരു തെറ്റ് പറ്റി, കുറ്റബോധം ഇല്ലാന്ന് ആലോചിക്കുമ്പോഴാ. നാട്ടിൽ പോട്ടെ, ഇവിടെ കൊച്ചിയിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് കോളേജുകളൊക്കെ ഉള്ളൊരു റോഡുണ്ട് കേട്ടോ. ആ റോഡിൽ കൂടെ പോകണം. നമ്മുടെ മഴക്കാലത്തുണ്ട് എന്നാ സീനാന്ന് പറയുക, നിങ്ങളുടെ പോക്ക് കാണാൻ. വെള്ളമൊക്കെ തെറിപ്പിച്ച്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ സ്കൂളൊക്കെ വിടുമ്പോൾ എൻ്റെ പൊന്നെ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കോമ്പറ്റീഷൻ. ഇഞ്ചോടിഞ്ച് സ്പീഡാണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട. നമ്മൾ ഈ ചില മാസ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എത്ര പേര് നിങ്ങൾ റോഡിൽ കൂടെ ഇടിച്ചിട്ട് കൊന്നു, അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്ക് പറ്റി എന്നതിൻ്റെ എണ്ണം അനുസരിച്ചാണോ നിങ്ങളുടെ കോമ്പറ്റീഷൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നത്? സ്പീഡൊക്കെ നല്ല ത്രില്ലാണ്, പക്ഷെ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ളവർ നഷ്ടപ്പെടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. കൊച്ചി, നിനക്ക് ഈ ഡയലോഗൊക്കെ അടിക്കാം. പൈസ ആര് തരും? ടൈമിന് ആൾക്കാരെങ്ങനെ എത്തിക്കും? ചത്ത ശവായാലും കുഴപ്പമില്ലേ എന്ന് നിങ്ങൾ വിട്ടോ, കുഴപ്പമില്ല. 2 ബസ് തമ്മിൽ ഇടിച്ചിട്ട് ചത്തു. ഈ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാ? ആർക്ക് കൊടുക്കാനാ?